ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദിവ്യ സംഗീത ഞായറായി സഭ വേർതിരിക്കുന്ന ഈ ദിവസത്തിൽ വിശ്വാസ സമൂഹത്തിന് നടുവിൽ നിന്നുകൊണ്ട് കൊയറിൻ്റെ ഒരു ഭാഗമായ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് കിട്ടിയ അവസരത്തിനെ ഓർത്ത് ഞാൻ ആദ്യം തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന പ്രിയ അച്ഛനോടും കൊയറിൻ്റെ ഭാരവാഹികളോടും വിശേഷാൽ കൊയർ സെക്രട്ടറി ആഷ ജോർജിനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിച്ചു കൊള്ളട്ടെ. ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിലൊരു റിക്വസ്റ്റുമായിട്ടാണ് ഞാൻ വരുന്നത്. നമ്മുടെ കൊയറിനെ ഓർത്ത് നിങ്ങളുടെ ഫാമിലി പ്രേയറിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ UK ഡയസിസിലെ ഏറ്റവും വലിയ ഒരു കൊയറായിട്ടാണ് ഇന്ന് നമ്മുടെ കൊയർ മുന്നിട്ട് നിൽക്കുന്നത്. നോക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ, ഞാൻ എൻ്റെ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ DSMCയുടെ ഒരു ഏജ് വെച്ചിട്ട് ലിമിറ്റ് വെച്ചിട്ട് 9 വയസ്സിന് മുതലുള്ളവർക്ക് കൊയറിൽ കയറാമെങ്കിലും ഞാനൊന്നും കൊയറിൻ്റെ ആ ഭാഗത്ത് പോലും 9 വയസ്സിൽ പോയിട്ടില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ഡയസ്പോറ കമ്മ്യൂണിറ്റി ആയിട്ട് ഈ നാട്ടിൽ നമ്മളെ റീപ്ലാന്റ് ചെയ്തപ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എങ്ങനെ ആയിത്തീരും, നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ആയിത്തീരും എന്നൊരു കൺസേൺസ് ഒക്കെ നമുക്കുണ്ടായിരുന്നു. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെക്കാളും ഒക്കെ അപ്പുറമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുന്നു. ചിലപ്പോഴൊക്കെ കഴിഞ്ഞ ക്രിസ്മസ് കരോൾ സർവീസിനൊക്കെ ഞാൻ പാടിയപ്പോൾ എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, പപ്പ യാറോ പപ്പ പാടുന്നത് തെറ്റാണ്. കാരണം തിരുത്തുവാനുള്ള കഴിവിലേക്ക് അവർ വന്നു. അവർ കൃത്യ നോട്ടിൽ കൃത്യ പിച്ചിൽ അവർ പാട്ടുകൾ പഠിക്കുന്നു. അതുകൊണ്ട് അടുത്ത ഒരു യൂണിവേഴ്സിറ്റി ലെവലിലൂടെ എത്തും വരെയും അവർക്ക് നല്ല ഒരു ബേസ് കൊയറിൽ നിന്ന് കിട്ടുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുള്ള ശക്തമായ നേതൃത്വം നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കൊയറിനെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ആദ്യം തന്നെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ കൊയർ ഒരു സംഘടന ആയിരുന്നപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ചർച്ചിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതും ആ ഒരു കൊയർ സംഘടനയ്ക്ക് തന്നെയാണ്, എല്ലാ ചർച്ചസിലും. പക്ഷെങ്കിൽ ആ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇടയിൽ നിന്നുകൊണ്ടും വൺ അക്കോർഡിൽ ഒരു ഹാർമോണിയസ് ആയിട്ട് പ്രവർത്തിക്കുവാൻ കൊയറിന് സാധിക്കണം. അവിടെയാണ് കൊയറിൻ്റെ വിജയം. പല പാർട്സുകൾ പാടി അത് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹാർമോണിയസ് വോയിസ്, അതാണ് കൊയറിൻ്റെ ശക്തി. അങ്ങനെ ആ ഹാർമണിയിൽ മുന്നോട്ട് പോകുവാൻ നമ്മുടെ കൊയറിന് സർവശക്തൻ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥത പ്രാർത്ഥിക്കുന്നു. ഈ തരുണത്തിൽ ഇന്ന് പെന്തക്കോസ്ത് സൺഡേക്ക് ശേഷമുള്ള 1ാമത്തെ ഞായറാഴ്ച, ഇന്നത്തെ ചിന്താവിഷയമായിട്ട് സഭ തിരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവിനായി പാടുക, സിംഗ് ടു ദി ലോർഡ്. ഗാനങ്ങൾ രചിക്കുവാനും അത് പാടുവാനും അത് ആസ്വദിക്കുവാനുമുള്ള കഴിവ് ദൈവം മനുഷ്യർക്ക് നൽകിയ ഒരു വരദാനമാണ്. എന്നാൽ ഈ ലഭിച്ച വരദാനങ്ങൾക്കനുസൃതമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സ്വയം ശോധന ചെയ്യുവാൻ ഓരോ ഗായസാങ്ങളും കോൺഗ്രിഗേഷനും തയ്യാറാവേണ്ട ഒരു അവസരമാണ് ഇന്നത്തെ ദിവസം. ഗാനരചയിതാവ് പാടി, തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, ഈ അവദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ഈ അധരങ്ങൾ എന്തിനു നാഥ, ഈ ജീവിതം എന്തിനു നാഥ. എത്ര അർത്ഥവത്തായ വരികൾ! തിരുനാമ കീർത്തനം പാടുന്നതായിരിക്കണം, അതിനുള്ളതായിരിക്കണം നമ്മുടെ നാവുകൾ. ഒരു വിശ്വാസ സമൂഹത്തിനെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് ഒരു കൊയർ മെമ്പേഴ്സിനെ സംബന്ധിച്ചോളം, നമ്മളുടെ വായിൽ നിന്ന് വരുന്ന പാട്ടുകൾ അത് ദൈവിക മഹിമയ്ക്കായിട്ട് തീരുവാൻ നമ്മൾ ഇടയാക്കണം. ഈ പാട്ടിൻ്റെ വരികളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ പാട്ടുകളിലൂടെ സ്തുതിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഒരു പ്രിവിലേജാണ് കൊയർ അംഗങ്ങളായ നമുക്ക് കിട്ടിയിരിക്കുന്ന എന്ന ഉത്തമ ബോധ്യത്തിൽ വേണം നമ്മൾ പ്രവർത്തിക്കുവാൻ. ഇങ്ങനെ ഈ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുവാനാണ് എല്ലാ പാരിഷ് കൊയറുകളെയും എക്വിപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ സഭ ദീർഘവീക്ഷണത്തോടുകൂടി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ കാലം ചെയ്ത ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ ഒരു ദീർഘവീക്ഷണമായിരുന്നു DSMC. 1969 അത് സ്ഥാപിതമായി. ഏകദേശം 30 വർഷക്കാലം 99 വരെ തിരുമനസ്സുകൊണ്ട് പ്രസിഡൻ്റായിട്ടിരിക്കുവാൻ സാധിച്ചു. ഈ വർഷങ്ങളിൽ DSMCക്ക് അത്ഭുതകരമായ ഒരു വളർച്ചയാണ്. ഒരു വടവൃക്ഷം പോലെ വളരുവാൻ DSMCക്ക് സാധിച്ചു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു സ്റ്റുഡിയോ ആയിട്ട് DSMC നിലനിൽക്കുന്നു.
അതിൻ്റെ പ്രധാനപ്പെട്ട 3 ഉദ്ദേശങ്ങൾ നമുക്കറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞതുപോലെ പാരിഷ് കോയർ, അതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബൈലോസ് ഉണ്ട്. നമ്മളൊരു ഡയസ്പോറ കമ്മ്യൂണിറ്റിയായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് DSMCയുടെ അത്ര തന്നെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാത്തത്. പക്ഷേ നാട്ടിലാണെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബൈലോസും പ്രകാരം ഓരോ ചർച്ച് പാരിഷ് കോയറിനെയും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമ്മുടെ കോയറും 2012 തൊട്ട് DSMC രജിസ്ട്രേഷൻ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. അതുപോലെ തന്നെ പ്രൊമോട്ടിംഗ് ക്രിസ്ത്യൻ വാല്യൂസ് ത്രൂ മീഡിയാസ്, അതാണ് അതിൻ്റെ രണ്ടാമത്തെ കാര്യം. നമുക്കറിയാം എല്ലാ വർഷവും ക്രിസ്മസിന് പുൽക്കൂട്ടിൽ പൂക്കാലം എന്ന ഒരു ഇത്. അതുപോലെ തന്നെ നമ്മുടെ മാരമൺ കൺവെൻഷൻ സോങ്സ്, അതെല്ലാം ടെലികാസ്റ്റ്, എല്ലാ കാര്യത്തിനും DSMCയുടെ ഒരു ലീഡർഷിപ്പിലാണ് നടന്നു പോകുന്നത്. അതുപോലെ തന്നെ അനേക കുട്ടികളെ മ്യൂസീഷ്യൻസ്, അനേക പാട്ടുകാരെ സജ്ജമാക്കുന്നതിന് DSMC ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നു. എല്ലാ വർഷവും ഓരോ ബാച്ചസിലും അറൗണ്ട് 180 to 200 സ്റ്റുഡൻസ് ആണ് പാട്ട് പഠിച്ച് അതുപോലെ പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻ്റ് പഠിച്ച് പുറത്തോട്ടെടുക്കുന്നത്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ഉദ്ദേശശുദ്ധികളാണ് ഈ DSMCക്ക് ഉള്ളത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 2024 കാലഘട്ടം നിൽക്കുമ്പോൾ നമ്മുടെ ഡയസിഷൻ ബിഷപ്പ് കൂടിയായ റൈറ്റ് ഡോക്ടർ ജോസഫ് മാർ ഇബാനിയോസ് എപ്പിസ്കോപ്പയാണ് ഇന്ന് DSMCയുടെ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്നത്. റവറൻ ഉമ്മൻ കെ ജേക്കബ് ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡയസ്പോറ കമ്മ്യൂണിറ്റിയായ നമ്മുടെ UK കോൺഗ്രസിൽ നിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സോണിൽ നിന്ന് ഒരു ഡയസിസിൻ്റെ അനുഭവത്തിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ തിരുമേനിക്ക് ഒത്തിരി കാഴ്ചപ്പാടുകളുണ്ട്. ഒരു സെൻട്രൽ കോയർ, ഒരു ഡയസിഷൻ കോയറിലേക്കുള്ള സജ്ജീകരണമായിട്ട് തിരുമേനി മുന്നോട്ട് പോകുന്നു. കൗൺസിൽ ഈയിടെ തീരുമാനിച്ച കാര്യമാണ് അടുത്ത വർഷം ജനുവരി മാസം ആദ്യത്തെ ശനിയാഴ്ച കരോൾ സർവീസായിട്ട് എല്ലാ പള്ളികളിലും റെപ്രസെൻ്റ് ഒരു കൊയർ അവിടെ ഫോം ചെയ്ത് പാടുന്നുണ്ട്. അതിനുശേഷം ഒരു ഡയസിഷൻ കൊയറിൻ്റെ ഫോർമേഷനിലേക്ക് പോകുന്ന താല്പര്യപ്രകാരമാണ് തിരുമേനിയുടെ ചിന്തകൾ മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നല്ലൊരു കൊയർ ഡയസിസായിട്ട് സജ്ജമാകുവാനും അനേക ആത്മാക്കളെ പാട്ടിൽ കൂടെ നേടുവാനും അതിനിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ദൈവം നമുക്ക് നൽകിയ ഒരു വിലയേറിയ അനുഗ്രഹമാണ് പാട്ട് എന്നുള്ളത്. പാട്ട് പാടുമ്പോഴും അത് കേൾക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ദൈവത്തോട് ചേർത്ത് വെച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥമായ ഒരു വിശ്വാസിക്ക് അവരുടെ ജീവിതം അർത്ഥപൂർണ്ണമാണ്. അതിനൊരു ഡൗട്ടുമില്ല. എന്താണ് മ്യൂസിക്? വാട്ട് ഈസ് മ്യൂസിക്? അനേക തത്വചിന്തകന്മാർ മ്യൂസിക്കിന് പല വേർഷൻസ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെയും ഞാൻ എടുത്ത ഒരു രസകരമായ ഒരു കോട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓൾ ഡീപ് തിങ്സ് ആർ മ്യൂസിക്. എല്ലാ ആഴമേറിയ അനുഭവങ്ങളും സംഗീതമാണ്. ആഴമേറിയ ദുഃഖമാകട്ടെ, ആഴമേറിയ സന്തോഷമാകട്ടെ, എല്ലാ ആഴമേറിയ അനുഭവങ്ങളും ഓൾ ഡീപ് തിങ്സ് ആർ മ്യൂസിക്. നമ്മൾ പാടുന്നില്ല, നമ്മൾ ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധം വരുമ്പോൾ നമ്മൾ പാടുന്നുണ്ട്. എന്നേശു എൻ സംഗീതം എൻ ബലമാകുന്നു. എത്ര മനോഹരമായ വരികൾ! എൻ്റെ യേശു എൻ്റെ സംഗീതമാകുന്നു. ആഴമേറിയ ബന്ധങ്ങളിലേക്ക് നമ്മൾ കർത്താവുമായിട്ട് വരുമ്പോൾ നമ്മൾ അറിയാതെ പാടിപ്പോവുകയാണ്. എൻ്റെ സംഗീതമാകുന്നു യേശു. അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് ലൈഫിൽ നമ്മൾ പറയുവാനൊക്കെ താല്പര്യം കാണിക്കത്തില്ല എങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ മനസ്സിലെങ്കിലും പാടിയിട്ടുണ്ട്. നമ്മുടെ പങ്കാളികളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, യു ആർ മൈ മ്യൂസിക്, നീ എൻ്റെ സംഗീതമാകും. ശരിയല്ലേ? ആഴമേറിയ ബന്ധങ്ങൾ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഈ മ്യൂസിക് എന്ന് പറയുന്നത്. ഈ ഒരു വലിയ ശുശ്രൂഷയാണ് പാട്ടുകളുടെ പ്രകടമായി കാണുന്നെങ്കിൽ ദൈവമുള്ള ആഴമായ ബന്ധത്തിന് നമുക്കത് കാരണമാകും. ഇതുമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, സിംഗിങ് ഈസ് നോട്ട് മിയർലി എ പെർഫോമൻസ്. ഇതൊരു പ്രകടനം മാത്രമല്ല, ഇതൊരു എൻ്റർടൈൻമെൻ്റ് അല്ല. ഒരു വിശ്വാസ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം പാട്ടുകൾ പാടുമ്പോൾ, കൊയറായിട്ട് കോൺഗ്രിഗേഷനായിട്ട് നിന്ന് പാടുമ്പോൾ ഇതൊരു പെർഫോമൻസ് അല്ല, ഇതൊരു എൻ്റർടൈൻമെൻ്റ് അല്ല, ബട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് മിനിസ്ട്രി. ഇതൊരു ശുശ്രൂഷയാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പാടുവാൻ ഓരോ വിശ്വാസ സമൂഹവും വിശേഷാൽ കൊയർ മുന്നോട്ട് വരേണ്ടതാണ്. അങ്ങനെയാണ് അവരുടെ ചിന്ത വരേണ്ടത്. ഇതൊരു വലിയ ശുശ്രൂഷയാണെന്ന ബോധ്യത്തിൽ പാട്ടിനെ ഒരു പ്രകടനമായി കാണാതെ ദൈവമുള്ള ആഴത്തമായ ബന്ധത്തിന് നമ്മൾ മുന്നോട്ട് വരണം. സിംഗിങ് ഈസ് നോട്ട് മിയർലി എ പെർഫോമൻസ്, ഇറ്റ്സ് എ ഗ്രേറ്റ് മിനിസ്ട്രി. എന്നാൽ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ഇഫ് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് മിനിസ്ട്രി, then
Each chorister is a minister. ഓരോ choir മെമ്പേഴ്സും ഒരു ശുശ്രൂഷകനാണ്. ഇതാണ് പ്രധാനപ്പെട്ടമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓരോ choir മെമ്പേഴ്സും ഓരോ കോൺഗ്രിഗേഷനും ഒരു ശുശ്രൂഷകന്മാർ. എന്താണ് മർത്തോമ സഭയിൽ കൊയറിൻ്റെ പ്രാധാന്യം എന്ന് നമുക്കറിയാം. ഒരു വർഷിപ്പിനെ ലീഡ് ചെയ്യുക, കോൺഗ്രിഗേഷനോട് ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു വർഷിപ്പിനെ ലീഡ് ചെയ്യുക എന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഓരോ ഗായക സംഘത്തിനുമുള്ളത്. പ്രത്യേകിച്ച് ഒരു മർത്തോമ സഭയെ സംബന്ധിച്ചിടത്തോളം ഗായകസിൻ്റെ അഭാവത്തിലുള്ള ഒരു വർഷിപ്പ് തീർത്തും ട്രൈ ആണെന്ന് നമുക്കറിയാം. അത്രയ്ക്ക് പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഘടനയാണ് കൊയർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ഒരു വികാരം, നമ്മൾ പാട്ട് പാടുമ്പോൾ എങ്ങനെയായിരിക്കണം പാടുന്നത്, അതിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. പാട്ടിലൂടെ എന്താണ് സംഭവിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു വിശ്വാസ സമൂഹം പാടേണ്ടത്? ഞാൻ വീണ്ടും പറയുന്നു, സിംഗിങ് ഈസ് നോട്ട് മിയർലി എ പെർഫോമൻസ്, ഇറ്റ്സ് എ ഗ്രേറ്റ് മിനിസ്ട്രി. പാട്ടിലൂടെ എന്താണ് സംഭവിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഒരു വിശ്വാസ സമൂഹം പാടേണ്ടത്? എൻ്റെ ഒന്നാമത്തെ അങ്ങനെ ഒരു 3 പോയിന്റ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട്, ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ ചെറിയ ചിന്തകൾ അവസാനിപ്പിക്കുവാനാണ് ഞാൻ ചിന്തിക്കേണ്ടത്. പാട്ടിലൂടെ എന്താണ് സംഭവിക്കേണ്ടത്, എങ്ങനെയാണ് പാടേണ്ടത്? സിംഗിങ് ഫ്രം ദി ഹെഡ്, ഹൃദയത്തിൽ നിന്ന് പാടുവാൻ നമുക്ക് കഴിയണം. അതിന് ഉപോത്പദമായ വേർഡ് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യം. എക്സോഡസ് ചാപ്റ്റർ 15 verses 1 to 21. ഈ അധ്യായം നമുക്കെല്ലാം സുപരിചിതമായ അധ്യായമാണ്. ഇതിൻ്റെ കോൺടെക്സ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ അധ്യായം ഒരു പാട്ടാണ്. ഇതിൻ്റെ പശ്ചാത്തലം ഇസ്രായേൽ ജനത മോശയുടെ നേതൃത്വത്തിൽ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് പലായനം ചെയ്ത് കനാൻ ദേശത്തേക്ക് പോകുന്നൊരു സമയം. അനേക ബുദ്ധിമുട്ടുകൾ അവർ കനാൻ ദേശത്ത് അനുഭവിച്ചു. ഇരുളിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട്, അടിമത്തത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട്, വേദനയുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട്, രോഗങ്ങളുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവർ ഇരുളിൻ്റെ അവസ്ഥയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന ഒരു സമയം, ഒരു പാലായനം. അവിടെ ദൈവം തങ്ങൾക്ക് ചെയ്ത വലിയ അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു അനുഭവമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു, ഞാൻ യഹോവയ്ക്ക് പാട്ട് പാടും, അവൻ മഹോന്നതൻ. ഐ വിൽ സിംഗ് ടു ദി ലോർഡ് ഫോർ ഹി ഈസ് ഹൈലി എക്സോൾട്ടഡ്. ഈ പാട്ടിലൂടെ വെളിവാകുന്നത് ഇസ്രായേൽ ജനതയുടെ അനുഭവങ്ങളാണ്. അവരുടെ അനുഭവങ്ങൾ ദൈവം ആരെന്ന് വ്യക്തമായിട്ട് ഈ അധ്യായങ്ങളിൽ ഈ വാക്യങ്ങളിലൂടെ കടന്നുപോയി പ്രതിപാദിച്ചതാണ്. നമ്മുടെ ജീവിതം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി, നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ ഒരു ജീവിതത്തിലേക്കൊന്ന് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ ഇസ്രായേൽ മക്കളുടെ അത്രത്തോളം നമ്മൾ അനുഭവിച്ചിട്ടില്ല എങ്കിൽ തന്നെയും ഇതൊക്കെ തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അനേക ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ, രോഗങ്ങളുടെ മധ്യത്തിൽ, മരണപ്പാശം നമ്മളെ പൊതിഞ്ഞപ്പോൾ അവിടുന്നൊക്കെ നമ്മളെ കരകയറ്റുയർത്തിയ ഒരു രക്ഷിതാവിനെ ഓർത്തുകൊണ്ട് എങ്ങനെ നമുക്ക് പാടുവായിരിക്കും? യു ഷുഡ് സിംഗ് ഫ്രം യുവർ ഹാർട്ട്. ഹൃദയങ്ങളിൽ നിന്ന് പാടുവാൻ നമ്മൾക്ക് സാധിക്കാം. ഇതാണ് ഓരോ കോൺഗ്രിഗേഷനും ഓരോ കൊയർ മെമ്പേഴ്സിനും നമ്മൾക്ക് പാടുമ്പോൾ നമ്മുടെ വായിൽ നിന്നല്ല പാടേണ്ടത്, ഹൃദയങ്ങളിൽ നിന്ന്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഹിംസിനകത്ത് എഴുതിയിരുന്ന ബുക്കുകൾ നമ്മുടെ പിതാക്കന്മാരുടെ ആഴമേറിയ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് എഴുതിയ പാട്ടുകളാണ്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഞാൻ ഹല്ലേലൂയ. എത്ര അർത്ഥമുള്ള ആഴമേറിയ അനുഭവങ്ങളിൽ നിന്നുള്ള പാട്ടുകളാണ്. അങ്ങനെ അനേക പാട്ടുകൾ നമുക്ക് നമ്മുടെ ക്രിസ്തീയ കീർത്തനയിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മളത് വർഷിപ്പിനെ സൺഡേയിൽ അത് പാടുമ്പോൾ ഓരോ കൊയർ മെമ്പേഴ്സിനും കോൺഗ്രിഗേഷൻ ഉണ്ടാവേണ്ട അനുഭവം എന്താണ്? നമ്മുടെ അനുഭവം, ആ അനുഭവം പിതാക്കളുടെ അനുഭവം നമ്മുടെ അനുഭവമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പാടുവാൻ നമ്മൾക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിന് സാധിക്കത്തുള്ളൂ. അങ്ങനെയാണ് ദൈവം തന്ന വരദാനത്തുമായിട്ട് താതാത്മ്യപ്പെടുവാൻ നമുക്ക് സാധിക്കും. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇതിന് നമ്മൾ തയ്യാറാണ്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു പശ്ചാത്തലം ഞാൻ ഒന്നുകൂടെ പറയാം. അവർ പാടിയത് എവിടെ നിന്ന് വന്നു? ആ പാട്ട് എങ്ങനെ അവർ പാടി? ആരാണ് അവരെ ആ പാട്ട് പഠിപ്പിച്ചത്? അതിൻ്റെ വാചകങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. അവരെ ആരും പഠിപ്പിച്ചില്ല. മിസ്രൈമിൽ അവർക്ക് പാട്ട് പാടാൻ ഒരു കൊയറുമില്ലായിരുന്നു, ഒരു കൊയർമാഷുമില്ലായിരുന്നു അവരെ പഠിപ്പിക്കാൻ. പക്ഷെങ്കിൽ 40-ാം സങ്കീർത്തനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവൻ എൻ്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു. ഹി പുട്ട് എ ന്യൂ സോങ് ഇൻ മൈ മൗത്ത്. യെരൂശലേം നിവാസികൾക്ക്, ഇസ്രായേൽ മക്കൾക്ക് ദൈവം വായിൽ ഒരു പുതിയ പാട്ട് കൊടുത്തു. അതാണ് അവർ പാടിയത്. That song has come from the heart spontaneously. ഒരു പരപ്രേരണയില്ലാതെ, ആരുടെയും സഹായമില്ലാതെ അവർ പാടി. അവർ
ദൈവം നമ്മളോട് ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് അവർ സന്തോഷത്തോടെ സമാധാനത്തോടെ ആഴത്തിൽ നിന്ന് അവർ പാടി. ഈ ഒരു അനുഭവമായിരിക്കണം നമ്മൾക്കും ഉണ്ടാകേണ്ടത്. സിംഗ് ഫ്രം യുവർ ഹാർട്ട്. രണ്ടാമതായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് പാട്ടിലൂടെ സംഭവിക്കേണ്ടത്? എന്താണ് പാട്ടിലൂടെ, നമ്മൾ പാട്ട് പാടുമ്പോൾ എന്താണ് ആ പാട്ടിലൂടെ സംഭവിക്കേണ്ടത്? റെസിസ്റ്റിംഗ് ദി ഈവിൾ ത്രൂ സോങ്. പൈശാചിക ശക്തിയെ, ദുഷ്ടാത്മ ശക്തിയെ പാട്ടിൽ കൂടി വകഞ്ഞു മാറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കണം. റെവലേഷൻ 19 verses 1 to 16. വെളിപാട് പുസ്തകത്തിൻ്റെ 19-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഒരു സെലിബ്രേഷനാണ് നടക്കുന്നത്. എന്തിനു വേണ്ടിയുള്ള സെലിബ്രേഷൻ? ഇവിടെ നമ്മൾ കാണുന്നത് ദുഷ്ടതയുടെ പ്രതീകമായ അന്തിക്രിസ്തുവിൻ്റെ പതനം മാത്രമല്ല, ആ ദുഷ്ടതയെ പിന്തുടരുന്ന ലോകക്രമത്തെയും സപ്പോർട്ട് ചെയ്ത ലോകക്രമത്തിൻ്റെയും പതനം ആഘോഷിക്കുന്ന ഒരു ജനതയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എത്ര മനോഹരമായ ഒരു ആഹ്ലാദ ദിനം. Celebrating the fall of Antichrist and also the world system that supported him. ആ സിസ്റ്റത്തിനെ മുഴുവൻ, ആ ബാബിലോണിയ പതനത്തിനെ പാടി ആഘോഷിക്കുന്ന ഒരു സമൂഹത്തിനെയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. അതാണ് ഞാൻ രണ്ടാമതായി പറഞ്ഞത്. എന്താണ് പാട്ടിൽ കൂടി സംഭവിക്കേണ്ടത്? ആ പാട്ട് പാടുമ്പോൾ ആ ദുഷ്ടാത്മ ശക്തിയെ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റത്തെ വകഞ്ഞു മാറ്റുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെയാണ് സ്വർഗം സന്തോഷിക്കുന്നത്. ഇതാണ് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. പാട്ട് പാടുമ്പോൾ ഹൃദയത്തിൽ നിന്ന് വരികയും ആ പാട്ട് നമ്മുടെ വായിൽ ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ ആ പാട്ട് ഈവിൾ സ്പിരിറ്റിനെ വകഞ്ഞു മാറ്റുന്നതായിരിക്കണം. തിന്മയോട് പൊരുതുവാൻ നമുക്ക് സാധിക്കണം. നന്മയാൽ തിന്മയെ ജയിക്കുവാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ആ പാട്ടിൻ്റെ ഉദ്ദേശശുദ്ധിക്കനുസരിച്ച് നമുക്ക് ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാൻ പറ്റൂ. നമുക്ക് ഉദാഹരണം അറിയാം. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ദേശങ്ങളിൽ, കുട്ടനാട്, അപ്പർ കുട്ടനാട് ദേശങ്ങളിലൊക്കെ താമസിച്ചിരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മുടെ അപ്പന്മാരൊക്കെ അല്ലെ വിളകൾ, വിത്തുകൾ ആഞ്ഞ് പുഞ്ചകൃഷി പാടത്തിലേക്ക് എറിയുമ്പോൾ അവരുടെ മനസ്സിലുള്ളൊരു മനോഭാവം 30, 60, 100 മേനയായിട്ട് വിളവെടുക്കത്തക്ക രീതിയിലാണ് അവർ പ്രാർത്ഥനയുടെ വിത്തുകൾ വാരി എറിയുന്നത്. എന്നാൽ അതെറിഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ നെൽച്ചെടിയേക്കാളും ആഴത്തിൽ വളർന്നു വരുന്ന കളകൾ. ഇതാണ് തിന്മ. ഈ ലോകത്ത് തിന്മ എന്നും ഉണ്ടാകും. പക്ഷെങ്കിൽ അതിന് ആയുസ് കുറവായിരിക്കും. അതാണ് അതിൻ്റെ 19-ന്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു: സത്യവും നീതിയും ദൈവികമാകുന്നു. ഇതിന് മാത്രമേ ഇവിടെ വിലയുള്ളൂ. നന്മയാൽ തിന്മയെ ജയിച്ചേ പറ്റൂ. ഈ കളകളെ, അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ പുഞ്ചപ്പാടത്തിൽ ആ കളകൾ ആർത്തിരമ്പി വരുമ്പോൾ, കുറച്ച് സമയം കഴിയുമ്പോൾ ആ കർഷകൻ ഇറങ്ങും. എന്തിനാണെന്നറിയാമോ? ആ കളകളെ മൂടോടെ പിഴുതെറിഞ്ഞ് തീ കിട്ടുന്നൊരു അനുഭവം. ഇതാണ് ഉണ്ടാവും. ഈ ലോകത്തിൽ കളകൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാവും. ബാബിലോണിയ തിന്മകൾ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ഈ ലോകത്തുണ്ടാവും. എന്നാൽ നമ്മൾ നമ്മുടെ പാട്ടിൽ കൂടി അതിനെ വകഞ്ഞു മാറ്റുവാൻ ശ്രമിക്കണം. ഇതിന് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. പാപികൾക്ക് വേണ്ടി ക്രൂശിൽ തറച്ച, മരിച്ച, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ മുന്നിലുണ്ട്. അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി തന്ന ഒരു കർത്താവ്, നന്മയാൽ തിന്മയെ ജയിച്ച കർത്താവ്. ഈ ലോകത്തിൽ തിന്മയ്ക്ക് ബദലായി നന്മ വളർന്നു വന്നേ പറ്റൂ. അതിന് നമ്മളൊരു ചാലക ശക്തിയായിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. ഓരോ കോൺഗ്രീഷൻ, ഓരോ വിശ്വാസ സമൂഹവും അവർ പാട്ടുകൾ പാടുമ്പോൾ അവരുടെ മനസ്സിൽ ആത്മാർത്ഥത്തോടെ പാടി, ഹൃദയത്തിൽ നിന്ന് പാടി ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു അധ്യായത്തിൽ തന്നെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ നമ്മൾ പറയുവാൻ ഉദ്ദേശിക്കുന്നു. സിഗ്നിഫിക്കൻ്റ് കാണുന്ന ഒരു കാര്യം, ഒരു പർട്ടിക്കുലർ ഒരു എബ്രായ ഒരു പദം ഇതിനകത്തുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? പുതിയ നിയമത്തിൽ എങ്ങും കാണുവാൻ പറ്റാത്ത ഒരു പദം 4 വട്ടം ഈ അധ്യായത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാമോ അവയുടെ? ഹല്ലേലൂയ. 4 വട്ടമാണ് ഇവിടെ. എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥകർത്താവ് ഈ അധ്യായത്തിൽ അത് ഉപയോഗിക്കാൻ കാരണം? അതാണ് ഞാൻ കോൺടെസ്റ്റ് പറഞ്ഞത്. ബാബിലോണിയ തിന്മയെ, അതിനെ സപ്പോർട്ട് ചെയ്ത സിസ്റ്റത്തിൻ്റെയും പതനം ആഘോഷിക്കുകയാണവർ. ആ ജാഥ ആഘോഷിക്കുമ്പോൾ അവർ ഹല്ലേലൂയ സ്തുതിഗീതങ്ങളാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇതുകൊണ്ടായിരിക്കണം നമ്മുടെ ക്രിസ്തീയ കീർത്തനത്തിൽ ഹിംസിൽ 152
ആ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ കോറസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എത്ര മനോഹരമായ പാട്ട്! ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവർക്കും സുപരിചിതമായ പാട്ടാണ്. നമ്മൾ പാടുമ്പോൾ ആത്മാർത്ഥതയോടെ പാടുവാൻ, ഉള്ളിൽ നിന്ന് പാടുവാൻ, ഈവിൽ സ്പിരിറ്റിനെ വകഞ്ഞു മാറ്റുവാൻ ഈ ഹല്ലേലൂയ കോറസ് നമുക്ക് ഉതകണം. It is the joy of the people without limit for the victory of the God over the power of evil. ഇതാണ് അവിടെ സംഭവിച്ചത്. നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്യേണ്ട മനോഭാവവും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന വികാരവും ഇതുതന്നെയായിരിക്കണം. മഹിതയാം ബാബുലോണിൻ്റെ തിന്മയ്ക്കെതിരെ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റത്തിനെതിരെ നമ്മൾ ആർത്തിരമ്പണം. നന്മയായി തിന്മയെ ജയിക്കുവാൻ പാട്ടിലൂടെ നമ്മൾക്ക് സാധിക്കണം. ഇവിടെ 2 പോയിന്റ് ഞാൻ പറഞ്ഞു. പാട്ടുകൾ കംസ് ഫ്രം യുവർ ഹാർട്ട്, ഹൃദയത്തിൽ നിന്ന് വരുന്നതായിരിക്കണം നമ്മുടെ പാട്ടുകൾ. രണ്ടാമതായിട്ട് നമ്മൾ പാട്ടുകൾ പാടുമ്പോൾ, ഹല്ലേലൂയ പാടുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഈവിൽ സ്പിരിറ്റിനെ വകഞ്ഞു മാറ്റത്ത രീതിയിൽ നമ്മൾ പാടണം. മൂന്നാമതായിട്ട് ഞാൻ അതിൻ്റെ അവസാനത്തെ പോയിന്റിലേക്ക് കടന്നു വരികയാണ്. വി മസ്റ്റ് സ്പിരിറ്റഡ് വൈൽ സിംഗിങ്. പരിശുദ്ധാത്മ നിറവിൽ പാടുവാൻ നമുക്ക് സാധിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 36 മുതൽ 40 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇവിടുത്തെ ഒരു പശ്ചാത്തലം നമ്മൾക്കറിയാം. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ അച്ഛൻ നമ്മളോട് വ്യക്തമായിട്ട് ഇലാബറേറ്റ് ചെയ്ത് കാര്യം പറഞ്ഞതാണ്. യെരുശലേമിലേക്ക് കഴുതപ്പുറത്തുമേൽ കയറി വരുന്ന ഒരു യേശുക്രിസ്തു നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ഇസ്രായേൽ ജനം ആർത്തിരമ്പുകയാണ്. കാരണം അടിമത്തത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്ന ജനം. ക്രിസ്തു കഴുതപ്പുറത്ത് കടയിൽ വരുമ്പോൾ രാജാവ് വരുന്നു, ഞങ്ങളെ രക്ഷപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി അവർ അട്ടഹസിക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ 36-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, they spread out their garments. അവർ അവരുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിതറുകയാണ് രാജാവിനെ എഴുന്നേൽക്കുവാൻ. അതാണ് അവർ ഫസ്റ്റ് ചെയ്യുന്നത്, തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിതറുന്നു. പിന്നീട് 37-ാമത്തെ വാക്യത്തോട് വരുമ്പോൾ the whole crowd of disciples began to praise God in loud voice and sing. അത്യുച്ചത്തിൽ ആർത്തിരമ്പിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് പാടുന്ന ഒരു രംഗമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അവർ അത്യുച്ചത്തിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ ഒരു കോൺടെസ്റ്റിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പാടുമ്പോൾ ആവേശത്തോടു കൂടി പരിശുദ്ധ നിറവിൽ പാടുവാൻ നമ്മൾക്ക് സാധിക്കണം. പലപ്പോഴും ഞാനൊക്കെ കൊയറിൽ പാടുമ്പോൾ ആർക്കാൻ വേണ്ടി പാടുന്നവരൊക്കെയാണ് ഞാൻ ചിലപ്പോൾ പാടും. എന്നെ തന്നെ ഞാൻ ചിലപ്പോൾ കുറ്റപ്പെടുത്താറുണ്ട്. നമ്മൾ ആ പ്രിവിലേജിൽ ആ കൊയറിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പാടേണ്ടത്? നിങ്ങൾ കോൺഗ്രിഗേഷനിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പാട്ടുകൾ പാടേണ്ടത്? ഹൃദയത്തിൽ നിന്ന് പാടുവാൻ നമ്മൾ പഠിക്കണം. പാടുമ്പോൾ ഈവിൽ സ്പിരിറ്റിനെ വകഞ്ഞു മാറ്റുവാൻ നമുക്ക് സാധിക്കണം. ആവേശത്തോടു കൂടി ആ ഒരു ജനതയ്ക്ക് ഉൾക്കൊണ്ട ആവേശം, അതേ അനുഭവത്തിൽ നിന്നുകൊണ്ട് പാടുവാൻ, നിറഞ്ഞ മനസ്സോടുകൂടി പരിശുദ്ധ നിറവോടുകൂടി പാടുവാൻ നമ്മൾക്ക് സാധിക്കണം. വി മസ്റ്റ് ബി സ്പിരിറ്റഡ് ഇൻ പ്രൈസിങ് ഹിം. ജീവനില്ലാത്ത തളർന്ന അവസ്ഥയിലല്ല നമ്മൾ പാടേണ്ടത്. ഇതിൻ്റെ 40-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. അതിൻ്റെ പശ്ചാത്തലം നമ്മൾ പറഞ്ഞല്ലോ, പരീക്ഷന്മാർ ഇങ്ങനെ ആ തിരുമ്പുന്ന ജനങ്ങളെ കണ്ടുകൊണ്ട് ഇവിടുത്തെ പരീക്ഷന്മാർ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നു, എന്താണ് ഇവർ കാണിക്കുന്നത്? അവിടെ ക്രിസ്തുയേശു പറയുന്ന ഒരു മറുപടിയുണ്ട്. ഇഫ് ദേ കീപ് ക്വയറ്റ് ദി സ്റ്റോൺ വിൽ ക്രൈ ഔട്ട്. ഇവർ മിണ്ടാതെ ഇരുന്നാൽ കല്ലുകൾ ആർത്തിരമ്പും. എത്ര മനോഹരമായ ആ ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ, ആവേശത്തിൻ്റെ അനുഭവത്തിൽ അവർ പാടുകയാണ്. ഇതായിരിക്കണം നമ്മുടെ പാട്ടുകൾ, ഇതായിരിക്കണം നമ്മൾ പാട്ട് പാടുമ്പോൾ സംഭവിക്കേണ്ടത്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കൊയർ സൺഡേ ഇന്ന് നമ്മുടെ കൊയർ പാടിയ മനോഹരം പാട്ട് നിങ്ങളെല്ലാം കേട്ടതാണ്. DSMC ഇന്ന് തിരഞ്ഞെടുക്കുന്ന തീം സോങ് തന്നെ അതാണ്. ഈ കല്ലുകൾ ആർത്തിരമ്പും. അവർ പാടിയില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്തിരമ്പും. നിങ്ങൾ പാടിയില്ലെങ്കിൽ കല്ലുകൾ പാടുമെന്ന് അരുളിയ വചനം, അത് തിരുനാമ കീർത്തനം. പാടിടാം വാഴ്ത്തിടാം പ്രിയനാഥൻ എന്നുമേ, കീർത്തനങ്ങളോടെ നന്ദിയേകിടാം ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര അർത്ഥമുള്ള വരികൾ! ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞു. ഒന്നാമതായിട്ട്, മിസ്രൈമിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടന്നു വന്നൊരു ജനത, അവരുടെ മധ്യത്തിൽ യഹോവ ചെയ്ത ഉപകാരസ്മരണങ്ങൾ ഓർത്തുകൊണ്ട് അവർ പാടി.
ദൈവം അവരുടെ വായിൽ ഒരു പുതിയ പാട്ട് കൊടുത്തു. അവർ ഹൃദയങ്ങളിൽ നിന്ന് പാടി ദൈവത്തെ ആരാധിച്ചു. രണ്ടാമത്തെ പോയിന്റായിട്ട് ഞാൻ പറഞ്ഞത്, ഈവിൾ സ്പിരിറ്റിനെ വകഞ്ഞു മാറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പാട്ടുകൾ. അതിൻ്റെ പശ്ചാത്തലവും ഞാൻ പറഞ്ഞു. ബാബിലോണിയ തിന്മയെ അതിനെ സപ്പോർട്ട് ചെയ്ത സിസ്റ്റത്തിനെതിരെ ജനങ്ങൾ ആർത്തിരമ്പുന്ന, സന്തോഷിച്ച് ഹല്ലേലൂയ ഗീതം പാടുന്നവരായിരുന്നു. മൂന്നാമതായിട്ട് കഴുതപ്പെട്ടുമേൽ കടന്നു വരുന്ന ഒരു ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു. ആ ജനത ആവേശത്തോടുകൂടി ഉച്ചത്തിൽ പാടി. ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് പാടുവാൻ നമ്മൾക്ക് സാധിക്കണം. ഈ കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു എപ്പോഴെങ്കിലും പാടിയിട്ടുണ്ട്. തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ പല ഇടങ്ങളിൽ സങ്കീർത്തനങ്ങൾ യേശുക്രിസ്തു കോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനെ മാറ്റി നിർത്തിയാൽ യേശുക്രിസ്തു പാടിയിട്ടുണ്ടോ? ഉണ്ട്. ഈ ഒരു യെരൂശലേമിലേക്കുള്ള ശേഷം, പെസഹായ്ക്ക് ശേഷം തൻ്റെ ശിഷ്യന്മാരൊന്നിച്ച് ഒലിവുമലയിലേക്ക് പോകുന്ന ഒരു യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. When they had sung a hymn, they went to the Mount of Olives. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയിലേക്ക് പോയി. പിന്നെ അവർ ആര്? യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയിലേക്ക് പോയി. മർക്കോസിന്റെ സുവിശേഷം 14-26 വാക്യത്തിൽ പറയുന്നതാണ്. പാട്ടിന്, ആരാധനയിൽ പാട്ടിനുള്ള ഇമ്പോർട്ടൻസ്. എൻ്റെ കൺക്ലൂഷനിലേക്ക് ഞാൻ വരട്ടെ. എങ്ങനെയാണ് നമ്മൾ പാട്ടുകൾ പാടേണ്ടത്? എന്താണ് പാട്ടുകൾ സംഭവിക്കേണ്ടത്? 3 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാട്ടി. പുറപ്പാട് പുസ്തകത്തിൽ നിന്ന്, അതുപോലെ തന്നെ വെളിപാട് പുസ്തകത്തിൽ നിന്ന്, അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന്. പാട്ടുകൾ പാടുമ്പോൾ ഹൃദയത്തിൽ നിന്ന് പാടുവാൻ നമ്മൾക്ക് കഴിയണം. നമ്മൾ സന്തോഷിച്ച് ഹല്ലേലൂയ പാടുമ്പോൾ ദുഷ്ടശക്തികളെ വകഞ്ഞു മാറ്റുവാൻ ശക്തിയുള്ളതായിരിക്കണം നമ്മുടെ പാട്ടുകൾ. നമ്മൾ പാടുമ്പോൾ പരിശുദ്ധ നിറവിൽ നിന്നുകൊണ്ട് പാടുവാൻ നമ്മൾക്ക് സാധിക്കണം. ഈ അനുഭവങ്ങളായിരിക്കണം ഓരോ വിശ്വാസ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത്. സിംഗിങ് ഈസ് നോട്ട് merely performance but a great ministry. നമ്മൾ ഓരോരുത്തരും ഒരു ശുശ്രൂഷക്കാരാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഈ വിശുദ്ധ ദിവസത്തിൽ നമുക്ക് ഇതൊന്ന് റീതിങ്ക് ചെയ്യുവാൻ, വിശേഷാൽ എല്ലാ ഗായകസാംഗങ്ങളോടും എനിക്ക് പറയാനുള്ളതും അതുതന്നെയാണ്. നമ്മുടെ ലീഡർഷിപ്പിൽ നമ്മൾ വർഷിപ്പിനെ ലീഡ് ചെയ്ത് പാടുമ്പോൾ, നമ്മുടെ കൂടെ നമ്മുടെ വിശ്വാസ സമൂഹം പാടുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ പാട്ടുകൾ? എന്തായിരിക്കണം നമ്മുടെ അതുകൊണ്ടുള്ള എന്താണ് അതിൽ നിന്ന് നമുക്ക് അനുഭവിച്ചറിയേണ്ടത്? ദൈവം നമുക്ക് തന്ന ഉത്തമമായ വരദാനം പാട്ട് പാടുവാനുള്ള കഴിവ്, ആസ്വദിക്കുവാനുള്ള കഴിവ് നമുക്കെല്ലാവർക്കും ഉണ്ട്. എന്നാൽ അത് എങ്ങനെ, ആ വരദാനം നമ്മളെങ്ങനെ ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്നു? എന്താണ് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, 3 കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പാടുകയാണെങ്കിൽ സ്വർഗം സന്തോഷിക്കും. മാലാഖമാരുടെ കൂടെ നമുക്കും നിത്യതയിൽ പാടുവാൻ അവസരമുണ്ടാകും. ഈ ഒരു പ്രിവിലേജിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, ഒരു ഡയസ്പോറ കമ്മ്യൂണിറ്റി ആയിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾക്ക് സാധിക്കണം. ഒരു കാലത്ത് അനേക സുവിശേഷ പ്രവർത്തകരെ പ്രദാനം ചെയ്ത ഈ നാട്ടിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് കൂപ്പൂട്ടുന്ന ജനതയുടെ മധ്യത്തിലാണ് വിശ്വാസ സമൂഹമായ നമ്മൾ നിൽക്കുന്നത്. നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്താണ് സമാഗം, ഒരു പള്ളി നമുക്ക് ദൈവം തന്നു. എവിടെയും നമ്മൾ പാളയം ഇറങ്ങിയപ്പോൾ ആദ്യം നമ്മളൊരു പള്ളി, ആ പള്ളിയിൽ നിന്ന് ആരാധിക്കുവാൻ നമുക്കൊരു കൊയർ. എത്ര മനോഹരമായ പാട്ടുകൾ നമ്മൾ പാടുന്നു, എത്ര ചുറ്റിയോടുകൂടി പാടുന്നു, എത്ര വിശ്വാസ സമൂഹം ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സിന് മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ ആ വിശ്വാസ സമൂഹത്തിനെ നോക്കി ഞാൻ കാര്യം എത്ര സന്തോഷം, നമ്മളെല്ലാവരും സന്തോഷമാണ്. അതിന് പ്രകാരം ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ അവനുള്ള കൂട്ടായ്മകൾ, പങ്കാളികളായിട്ടുണ്ട് പാട്ടുകൾ ആത്മാർത്ഥമായിട്ട് പാടി മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ അവസരം തന്ന അച്ഛനോടും കോയമ്പലസിലുള്ള ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ പ്രസംഗത്തിൽ ഞാൻ നിർത്തുന്നു. ദൈവം ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ ഒരു ഹല്ലേലൂയ കോറസ് ഞാൻ പറഞ്ഞല്ലോ.
കൊയർ എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ ഹല്ലേലൂയ കോറസിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റാൻസ പാടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. Father God, we just thank you, praise you, worship you, adore you, and come to your holy throne of grace this morning. Father, you are holy, and we sit in your awesome presence, Lord. We thank you, Lord. Lord, we thank you for this Sunday that we worship as a choir Sunday, Lord. Father, we are so privileged that along with the angels and archangels, oh Father, Lord, we can use our voices to praise you. Father, we understand that it is a talent given by you, Father, for using it for your glory and nothing else, oh Father, Lord. Father, many a times, oh Father, we have sang without understanding the meaning of the song. We have sang not realizing it is not a performance, but, oh Father, we are singing it for your glory. And we are sorry for that, oh Father. We are sorry for times that we have taken ourselves for granted, oh Father, sitting in your presence. Lord, we know this is a part of a great ministry of